ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഹാർമണീസ്. സോ ഇതെൻ്റെ ഫസ്റ്റ് കുട്ടി വ്ലോഗാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ ബാംഗ്ലൂർ വണ്ടർലയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻട്രൻസ് കയറി റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും പാർക്കിംഗ് ഏരിയയിലെ തിരക്ക് ഫുള്ളായിട്ടുണ്ട് അവിടെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല തിരക്കുണ്ടെന്ന്. ഇന്ന് സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഏകദേശം ഒരു മെയിൻ എൻട്രൻസ് കയറി. അപ്പോൾ നമുക്കതിൽ പോകുമ്പം കാണാൻ പറ്റും ജയൻറ്റ് വീല്. അവിടെ ജയൻറ്റ് വീല് കാണാൻ പറ്റും അല്ലേ? എന്ത് ഭംഗിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ സറൗണ്ടിങ്സും എല്ലാം നല്ല ക്ലീനാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ബാഗൊക്കെ ലോക്കറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങി ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വന്നപ്പം 2 മണിയായി. ഒരു ഹാഫ് ഡേ ആണ് നമുക്കിന്ന് കിട്ടുന്നത്. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ നമുക്കിവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം, എല്ലാ റൈഡിലും കയറണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയാൽ നമ്മുടെ കയ്യിൽ ആ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്നാലും ചോദിച്ചു സെക്യൂരിറ്റിയോട് ആദ്യം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവരെന്നെ സജസ്റ്റ് ചെയ്തു ആദ്യം വാട്ടർ റൈഡ് എല്ലാം ഫുള്ള് ഫിനിഷ് ചെയ്തു, കാരണം അത് 6 മണി വരെ ഉള്ളെന്നു. അങ്ങനെ നമ്മൾ വാട്ടർ റൈഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആദ്യം പോയി. അപ്പോൾ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. ഒരു 2 ക്യൂ ആയിട്ടുണ്ട്. ഫസ്റ്റിൽ ഫുള്ള് ഫാസ്റ്റ് ട്രാക്കും പിന്നെ ഇപ്പുറത്ത് നോർമൽ ടിക്കറ്റ് എടുത്തവരാണ് നിൽക്കുന്നത്. അപ്പം അവിടെ ഒരു ഏകദേശം 45 മിനിറ്റോളം നിന്നിട്ടാണ് അവിടുന്ന് ആ റൈഡിൽ നമ്മൾ കയറുന്നത്. അതെല്ലാം കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ബോഡി ഭയങ്കര പെട്ടെന്ന് പാനിക്കാവുന്ന പോലെയൊക്കെ ആയിരുന്നു. അപ്പം അതൊരു ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാട്ടർ ഡാൻസൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് ചില്ലായി, കാരണം സോങ്സ് ഒന്നും വലിയ രസമില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം നിന്നിട്ട് ഇറങ്ങിയിട്ട് അടുത്ത റൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നേരെ കണ്ണിൽ പെട്ടത് റോൾ കോസ്റ്ററായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ പറഞ്ഞില്ല, എന്തായാലും കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് നമ്മൾ. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറാകാൻ പോകുന്നു ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അത്രയ്ക്കും നല്ല തിരക്കുണ്ട്. ഒരു റൈഡിന് തന്നെ ഏകദേശം 23-25 പേർക്കും അങ്ങോട്ട് ഇരിക്കാൻ തോന്നുന്നു. അത്രയും പേര് കയറിയിട്ട് പോലും ആ ക്യൂ നീങ്ങുന്നില്ല. അത്രയ്ക്കും ക്യൂ ആണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കയറി അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പോലെ പേടിച്ചായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത റൈഡിന് കയറാൻ വന്നു. അപ്പം റൈഡിൽ പോകുന്നതിന് മുമ്പിട്ട് എന്തായാലും അതിങ്ങനെ വരുമ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റ് തെറിക്കില്ല, നല്ല രസമാണ് കാണാം. അപ്പോൾ അതെടുത്തിട്ടൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ച് നിന്നതാണ്. പക്ഷേ അതവിടെ നിന്ന് എടുത്തില്ലായിരുന്നു. അപ്പോഴത്തേനും അവിടുത്തെ ക്യൂവും കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വിളിച്ചു ചെല്ലാൻ. അങ്ങനെ പോയിട്ട് നമ്മളതിൽ കയറിയിട്ടുള്ളൊരു എൻ്റെ റിസൾട്ടാണ് ആ ഫോട്ടോ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞു പിന്നെയും 2-3 റൈഡിലൊക്കെ മാക്സിമം കയറി. കാരണം നമ്മൾ ഓരോ ക്യൂവിൽ നിൽക്കുമ്പം തന്നെ നമ്മുടെ ഒരു പകുതി സമയം അതിൽ പോവുകയാണ്. 1 അവർ വെച്ച് പോകുമ്പം തന്നെ പകുതിയും പോവുകയാണ്. 7 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജയൻറ്റ് വീലിൽ വന്നു. ജയൻറ്റ് വീൽ ഏകദേശം 13th ഫ്ലോറിലാണിത് നിൽക്കുന്നത്. ഇപ്പോൾ 13th ഫ്ലോർ എന്ന് പറയുമ്പോൾ ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ഒരിക്കലും താഴോട്ട് നോക്കാനൊക്കെ പറ്റത്തില്ല, നല്ല പേടിയായിരിക്കും. ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പോലും, ഗ്ലാസ് വാളിട്ട് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല പേടിയാൻ താഴോട്ട് നോക്കുമ്പോൾ. എന്നിട്ട് നമ്മളതിൽ നമുക്ക് കയറാനുള്ളത് വന്നു. നമ്മൾ കയറിയിട്ട് അതിനകത്ത് വെച്ചിട്ടുള്ളൊരു വ്യൂ ആണ് വണ്ടർലയുടെ ഒരു ഫുൾ വ്യൂ. നമുക്ക് മെയിൻ എൻട്രൻസ് കാണാം. ലൈറ്റിനിങ് കൊടുത്തേക്കുന്നതാണ് ആ മെയിൻ എൻട്രൻസ് നമ്മൾ കയറി വരുന്നത്. എന്നിട്ട് വാട്ടർ പൂള്, പിന്നെ വാട്ടർ റൈഡിൻ്റെ പൂള് എല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് നൈറ്റ് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. ഞാൻ ഫോണിൽ കൂടാണ് ഏകദേശം കാണുന്നത്. എനിക്ക് നേരിട്ട് നോക്കാൻ പേടിയാണ്. ഞാൻ ഫോണിൽ കൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഹൈറ്റീനാണ് താഴോട്ട് നമ്മൾ അത് കാണുന്നത്. അപ്പം നല്ലപോലെ പേടിയാവും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം 6:30 എന്തോ ആകുമ്പം ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇപ്പം സമയം 7:15 പോലും റോൾ കോസ്റ്റർ നിർത്തിയിട്ടില്ലെന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്നവരെ അവർ കൺസിഡർ ചെയ്ത് കാണണം മേ ബി. അതുകൊണ്ട് അതിപ്പോഴും നിർത്തിയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു ഫുൾ വ്യൂവിൽ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് നമ്മൾ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. അവരെ നിലവിളി നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇത്രയും മുകളിലാണെങ്കിൽ പോലും. സോ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു റൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം ടൈം ഏകദേശം ക്ലോസ് ആവാറായിരുന്നു. അപ്പോൾ ഏതെങ്കിലും റൈഡുകളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കി. എല്ലാം ഏകദേശം ക്ലോസ് ആയത് കഴിഞ്ഞിട്ട് നമ്മൾ കാർ റേസിങ്ങിൻ്റെ അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞത് ലാസ്റ്റായിരുന്നു, ഇതുകൂടി നിർത്തുവാണ്, ക്ലോസ് ആക്കിയെന്ന്. അങ്ങനെ അതും കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കി നിന്നിട്ട് അതിൻ്റെ വിഷമത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പോയപ്പോഴാണ് 3D ആനിമേഷൻ്റെ ഒരു ഫിലിം അവരിപ്പോൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് കാണാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു
ജസ്റ്റ് ഈ നമ്മൾ ഈ സ്പെക്സൊക്കെ വെച്ചിട്ട് ഇരുന്ന് അത് കാണുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, റിയൽ ഫീൽ അവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിരിക്കുന്ന സീറ്റ് പോലും മൂവ് ആവുന്നുണ്ട്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ ഇപ്പോൾ ടൈം 7:30 ആയി. ഇപ്പോൾ വണ്ടർല ക്ലോസ് ചെയ്തു, എല്ലാ റൈഡും ക്ലോസ് ആക്കി അവർ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി ഫിഷസ് എന്ന് എഴുതിയിട്ടുള്ള അവിടെ ഫിഷിനെയൊക്കെ ഇച്ചിരി നേരം കളിപ്പിച്ച് അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം പോകുന്നതിന് മുന്നിട്ടായിട്ട് നമ്മൾ 2-3 പിക്സൊക്കെ എടുത്തിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ, സീ യു.